Hello dear students, ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന ടോപ്പിക്കാണ്. എന്താ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ? ആ പേരിനുണ്ട്. കെമിക്കൽ കോമ്പിനേഷന്റെ സമയത്ത് ചില ലോസ് ഒബേ ചെയ്യുന്നുണ്ടോ, അതായത് ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് സംഭവിക്കുന്നുണ്ടാവുക, കെമിക്കൽ കോമ്പിനേഷൻ നടക്കുന്നുണ്ടാവുക. കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷനാണ്. രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് നിയമങ്ങൾ ഒബേ ചെയ്യുന്നുണ്ടാവും, നിയമങ്ങൾ അനുസരിക്കുന്നുണ്ടാവും. അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ആ ടോപ്പിക്കിൽ. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞത്. ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ അവിടെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് ആദ്യം പഠിക്കണം. ആരാണ് അത് കണ്ടുപിടിച്ചത്? ഏത് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ആ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് പ്രത്യേകിച്ച് ചോദിക്കുന്നുണ്ട്, ആരാണ് ഹു പ്രപ്പോസ്ഡ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ? ആരാ പ്രപ്പോസ് ചെയ്തത്? ആന്റോണി ലാവോസിയർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ലോസ് ഓഫ് ഏത് പ്രപ്പോസ് ചെയ്തത്? കൺസർവേഷൻ ഓഫ് മാസ്. അതായത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഫസ്റ്റ് വണ്ണാണ് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അത് പ്രപ്പോസ് ചെയ്ത സയൻസിന്റെ പേരാണ് ആന്റോണി ലാവോസിയർ എന്ന് പറഞ്ഞത്. അപ്പൊ പഠിച്ചു നോക്കുക, പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ്. നമുക്ക് ഇനി നെക്സ്റ്റ് അതിന്റെ ഡെഫിനിഷനിലേക്ക് പോകാം. അവിടെ എന്താ പറയുന്നത്? ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, that matter can neither be created nor be destroyed. ഇതിന്റെ മീനിങ് എന്താ? മാറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നിർമ്മിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ സാധിക്കില്ല. മാറ്റർ can neither be created nor be destroyed. ഓക്കെ, അതായത് മാറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നിർമ്മിക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ നശിപ്പിക്കാനും സാധിക്കില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, but it can convert, മാറ്റാം. But it can convert from one form to another form. But it can convert from one form to other form. അതായത് ഒരു രൂപത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വേറെ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മാറ്റർ നമുക്ക് ഒരിക്കലും നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അതാണ് ലോസ് ഓഫ് കൺസർവേഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? മാറ്റർ ക്യാൻ neither be created nor be destroyed, but it can convert from one form to another form. ക്ലിയർ ആയിട്ട് നാം എഴുതുന്നു. അതായത് മാറ്ററിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല, പക്ഷേങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറ്ററിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനൊരു എക്സാമ്പിൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ കമ്പയർ ചെയ്യുന്നത് കാർബൺ. ഏത് എക്സാമ്പിളോട് എടുക്കാം? കാർബൺ ഓക്സിജൻ കമ്പയർ ചെയ്യും. എന്നിട്ട് ഉണ്ടാവുന്ന കെമിക്കൽ ഏതായിരുന്നു? കെമിക്കൽ കോമ്പൗണ്ട് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. എല്ലാവർക്കും അറിയാം, കാർബൺ ഓക്സൈഡ് കമ്പയർ ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ ഈ ലോ പ്രകാരം മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് ഓർ നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ് പറയുന്നത്. അതെ, മാറ്ററിന്റെ ഇവിടുത്തെ മാസ്, കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 ഗ്രാമാണ്, 12 ഗ്രാമാണ് കാർബണിന്റെ അറ്റോമിക് മാസ്. നെക്സ്റ്റ് ഓക്സിജൻ ശ്രദ്ധിക്കണം, കാർബണിന്റെ അറ്റോമിക് മാസ് 12 ഗ്രാമാണ്. ഓക്സിജൻ അറ്റോമിക് മാസ് എന്താണ്? വാട്ട് ഈസ് ദ അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ? ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ഗ്രാമാണ്. അറ്റോമിക് മാസ് 16 ഗ്രാമാണ്. ഇവിടെ O2 ഉണ്ട്, ശ്രദ്ധിക്കണം. ഓക്സിജന്റെ മാസ് 16 ഗ്രാം, ഇവിടെ O2 എന്ന് പറയുമ്പോൾ അതിന്റെ മാസ് 32 ഗ്രാം. ഓക്കെ, ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, രണ്ടുപേരും കമ്പയർ ചെയ്തു. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എത്രയാണ്? 44 ഗ്രാം. നിങ്ങൾ നോക്കിയേ, ഇവിടെ ടോട്ടൽ മാസ് 12, 32 കൂട്ടിയാൽ എത്ര? 44. അതായത് ഇവിടെ മാറ്ററിനെ നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ 44 ഉണ്ട്, ഇവിടെ ടോട്ടൽ 44 ഉണ്ട്, അവിടെ എത്രയുണ്ട്? 44 ഉണ്ട് അല്ലെ? മാറ്ററിനെ നമ്മൾ എന്ത് ചെയ്യില്ല, പുതുതായിട്ട് നിർമ്മിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ പുതുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ കാർബൺ ഓക്സൈഡ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? കാർബൺ ഓക്സൈഡ് ഉണ്ട് അല്ലെ? കാർബൺ ഓക്സൈഡ് ഉണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു? മാറ്ററിന് അവിടെ കാർബൺ പുതുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ കാർബൺ ഉണ്ട്, അതേ കാർബൺ തന്നെ ഇവിടെ ഉള്ളത്. ഇവിടെ ഓക്സിജൻ ഉണ്ട്, അതേ ഓക്സിജൻ അവിടെ ഉള്ളത്. അതായത് മാറ്ററിനെ നമ്മൾ അവിടെ നിർമ്മിച്ചിട്ടില്ല, നശിപ്പിച്ചിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കാർബൺ ഓക്സൈഡ് ഉള്ളത് അത് വേറെ ഫോമിലേക്ക് മാറി, അത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോമിലേക്ക് മാറി. അവിടെ എന്തുണ്ട്? 44. നെക്സ്റ്റ് വേറെ എക്സാമ്പിൾ വേണമെങ്കിൽ നമ്മൾ ഏത് എക്സാമ്പിൾ വേണമെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി
ഏത് എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് പറയാം. നെക്സ്റ്റ് എക്സാമ്പിൾ H2 plus O2 gives H2O. അതായത് ഹൈഡ്രജനും ഓക്സിജനും ചേർത്തിട്ട് എന്തുണ്ടാവുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവും. ശ്രദ്ധിക്കണം, ഹൈഡ്രജനും ഓക്സിജനും ചേർത്തിട്ട് ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന കെമിക്കൽ ഉണ്ടാവും. അപ്പൊ അവിടെ ഹൈഡ്രജന്റെ മാസ് നമുക്ക് അറിയുന്നതാണ്, എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? 1 gram ആണ്. 10ാം ക്ലാസ്സിലെ പഠിച്ച കാര്യങ്ങളാണ് ഹൈഡ്രജൻ മാസ് 1 gram എന്നുള്ളത്. അപ്പൊ ഇവിടെ 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2 gram ആയി. ഓക്കെ, നെക്സ്റ്റ് ഓക്സിജൻ. ഓക്സിജന്റെ മാസ് 16 ആണ്. 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് ഇവിടെ O2 ആണ്. Therefore the mass become 32, which means 2 plus 32 is equal to 34 gram. ഇവിടെ നോക്കിയാൽ H2 2 plus 32 നമ്മുടെ എത്ര വരുന്നുണ്ട്? 34 gram വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 34 ഉണ്ട്, അവിടെ 34 ഉണ്ട്. അതായത് മാറ്ററിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. മാറ്ററിനെ നമ്മൾ ചെയ്തിട്ടില്ല, നിർമ്മിച്ചിട്ടില്ല, നശിപ്പിച്ചിട്ടില്ല. പക്ഷേ ഒരു രൂപം ഇവിടെ രൂപത്തിലാണുള്ളത്. അപ്പുറത്തെത്തുമ്പോൾ വേറെ രൂപത്തിലേക്ക് നമുക്ക് മാറ്ററിനെ മാറ്റാൻ വേണ്ടി സാധിക്കും. അത് പഠിച്ചു നോക്കുക കേട്ടോ. അതായത് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ മനസ്സിലാക്കി നോക്കുക. കാർബൺ ഡയോക്സൈഡിന്റെയോ വാട്ടറിന്റെ ഫോർമേഷന്റെയോ ടെസ്റ്റിൽ വാട്ടർ ഫോം ചെയ്യുന്നതെന്ന് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു നോക്കാം ഒരു എക്സാമ്പിൾ ആയിട്ട്. പിന്നെ പ്രത്യേകം പഠിച്ചു നോക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ പേര് പഠിച്ചു നോക്കാൻ വേണ്ടി ഒരിക്കലും മറക്കല്ല. മിക്കവാറും ക്വസ്റ്റ്യനാണ്. ഹു പ്രപ്പോസ്ഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ. ഓക്കെ, പാസ് പോകുന്നത്. നെക്സ്റ്റ് വൺ രണ്ടാമത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. അതേപോലെ തന്നെ പേര് മോഡലിനെ പഠിച്ചിട്ടുള്ള ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ പ്രപ്പോസ് ചെയ്ത സയൻസിന്റെ പേരാണ് ജോസഫ് പ്രോസ്റ്റ് എന്ന സയൻസ്. ജോസഫ് പ്രോസ്റ്റ് ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ പ്രപ്പോസ് ചെയ്തത്. ഇപ്പോൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്താ പറയുന്നത്? ഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായ, പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ അനുപാതം. മനസ്സിലാക്കി വെക്കുക, കൃത്യമായ അനുപാതം. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് പറയാൻ വേണ്ടി കാരണം കുട്ടികൾക്ക് ഇതും രണ്ട് മാറിപ്പോലുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ്. അപ്പോൾ ചിലപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ചോദിക്കാം. അത് രണ്ടും നമുക്ക് കുട്ടികൾ മിക്കവാറും മാറിപ്പോയിട്ടാണ് എഴുതുന്നത്. പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായ അനുപാതം ഉദ്ദേശിക്കുന്നത്. കൃത്യമായ അനുപാതം എന്താ അവിടെ പറഞ്ഞു നോക്കുക. ഇവിടെ ഞാൻ ആദ്യം പർട്ടിക്കുലർ എക്സാമ്പിൾ പറയാം, എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട്. ഇവിടെ ഞാൻ എടുക്കുന്ന ഒരു എക്സാമ്പിൾ കുപ്രിക് കാർബണേറ്റ് കൊണ്ട് എക്സാമ്പിൾ എടുക്കുന്നത്. കുപ്രിക് കാർബണേറ്റ് എന്ന് പറയുന്ന ഫോർമുല CuCO3 എന്നുള്ള സാധനമാണ് കുപ്രിക് കാർബണേറ്റ്. ഓക്കെ, CuCO3 ആണ് കുപ്രിക് കാർബണേറ്റിന്റെ കെമിക്കൽ ഫോർമുല. അപ്പൊ കുപ്രിക് കാർബണേറ്റിലുള്ള ആറ്റംസ് ഏതൊക്കെയാണ്? കോപ്പർ ഉണ്ട്, കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്കെ, കോപ്പർ ഉണ്ട്, കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് കുപ്രിക് കാർബണേറ്റിലാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ട് ടൈപ്പ് കുപ്രിക് കാർബണേറ്റ് ഉണ്ട്. ഒന്നെന്താണ്? നാച്ചുറൽ സാമ്പിൾ ഉണ്ട്. ശ്രദ്ധിക്കണം, നാച്ചുറൽ സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രകൃതിയിൽ തന്നെ കിട്ടുന്ന കുപ്രിക് കാർബണേറ്റ് നമ്മൾ എടുക്കുന്നത്. രണ്ടാമത് എടുക്കുന്നത് സിന്തറ്റിക് സാമ്പിൾ എടുക്കുന്നത്. സിന്തറ്റിക് സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ്, ആർട്ടിഫിഷ്യൽ ആണ്. രണ്ടും തന്നെയാണ്, കുപ്രിക് കാർബണേറ്റ് തന്നെയാണ്. ഏതൊക്കെ ടൈപ്പ് കുപ്രിക് കാർബണേറ്റ് നമ്മൾ എടുക്കുന്നു? ഒന്ന് നാച്ചുറൽ കുപ്രിക് കാർബണേറ്റ് എടുക്കുന്നു, രണ്ടാമത് എടുക്കുന്നത് സിന്തറ്റിക് കുപ്രിക് കാർബണേറ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാമ്പിൾ. ഓക്കെ, അപ്പൊ അതിൽ രണ്ടിലുള്ളത് കുപ്രിക് കാർബണേറ്റിന്റെ അതിൽ രണ്ടിലുള്ളതായിരിക്കും. കോപ്പർ ഉണ്ടാവും, കാർബൺ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും അല്ലെ? കോപ്പർ, കാർബൺ, ഓക്സിജൻ. ഇനിയിപ്പോ നിങ്ങൾ കുപ്രിക് കാർബണേറ്റ് നാച്ചുറൽ അല്ല ആർട്ടിഫിഷ്യൽ രണ്ടിലുള്ള കോപ്പർ, കാർബൺ, ഓക്സിജൻ തന്നെ ഉണ്ടാവുക. ഓക്കെ, അത് സംശയിക്കാനൊന്നുമില്ല. പക്ഷേ അതിന്റെ പെർസെന്റേജ് നോക്കിയാൽ നമ്മൾ ആദ്യം എടുക്കുന്നത് നാച്ചുറൽ സാമ്പിൾ ആണ്. അതിൽ കോപ്പറിന്റെ പെർസെന്റേജ് എത്രയാണ്? 51.35 ആണ്. ഓക്കെ, അതേപോലെ തന്നെ സിന്തറ്റിക് സാമ്പിളും എത്ര വരുന്നത്? 51.35 തന്നെയാണ് കോപ്പറിന്റെ പെർസെന്റേജ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ. കോപ്പറിന്റെ പ്രപ്പോർഷൻ ഇവിടെയും സെയിം ആണ്. രണ്ടാമത് വരുന്നത് പെർസെന്റേജ് ഓഫ് കാർബൺ ആണ്. നാച്ചുറൽ സാമ്പിൾ 9.74% വരുന്നത്. ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സിന്തറ്റിക് സാമ്പിൾ എത്രയാണ്? കാർബണിന്റെ പെർസെന്റേജ് 9.74% തന്നെയാണ്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ പെർസെന്റേജ് എത്രയാണ്? നാച്ചുറൽ സാമ്പിൾ 38.91 ആണ്. സിന്തറ്റിക്കിലും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലും രണ്ടും പറയട്ടോ. സിന്തറ്റിക് സാമ്പിൾ ഓർ ആർട്ടിഫിഷ്യൽ സാമ്പിൾ അതിൽ 38.91% തന്നെയാണ് വരുന്നത്.
അപ്പൊ നമ്മളിവിടെ പറയുന്നത്രേ ഉള്ളൂ, ഒരു കോമ്പൗണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് നാച്ചുറൽ ആയാലും എന്തായാലും സിന്തറ്റിക് ആയാലും അതിലുള്ള എലമെന്റ്സിന്റെ പ്രപ്പോർഷൻ എന്തായിരിക്കും പറയുന്നത് സെയിം ആയിരിക്കും. അത്രയാണ് ലോ ഓഫ് ഏത് പറയുന്നത് ഡെഫിനറ്റ് പറയുമ്പോൾ കൃത്യമായ. അപ്പൊ ലോ ഓഫ് ഡെഫിനറ്റ് പ്രപ്പോർഷൻ എന്താ പറയുന്നത്, ഒരു കോമ്പൗണ്ട് എന്താവാം, ഒന്നുകിൽ നാച്ചുറൽ ആവാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആവാം. അത് നാച്ചുറൽ ആയാലും ആർട്ടിഫിഷ്യൽ ആയാലും അതിലുള്ള എലമെന്റ്സിന്റെ പ്രപ്പോർഷൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും പറഞ്ഞത് സെയിം ആയിരിക്കും. ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷനിലേക്ക് പോകാം, കറക്റ്റായിട്ട് മനസ്സിലാക്കി കേട്ടോ. നെക്സ്റ്റ് അതിന്റെ ഡെഫിനിഷനിലേക്ക് പോകാം. ആരെ കണ്ടുപിടിച്ചത് നമ്മൾ പറഞ്ഞു, ജോസഫ് പ്രോസ്റ്റ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താ പറഞ്ഞത് നോക്കാം, എ ഗിവൺ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ട്. ഓക്കെ, എ ഗിവൺ കോമ്പൗണ്ട് എന്തുണ്ടാവും, ഓൾവേസ് കണ്ടെയ്ൻസ് എല്ലായ്പ്പോഴും ഉണ്ടാവും. എന്താ ഉണ്ടാവുക നമ്മൾ പറഞ്ഞു, ഓൾവേസ് കണ്ടെയ്ൻസ് സെയിം പ്രപ്പോർഷൻസ് അല്ലെ, സെയിം പ്രപ്പോർഷൻസ് ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്. നമ്മളിവിടെ പെർസെന്റേജ് മീൻസ് വെയിറ്റിലോട്ടാണ് ഇതിനെ കൺവേർട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ എല്ലായ്പ്പോഴും അതെന്തായാലും സിന്തറ്റിക് ആയാലും നാച്ചുറൽ ആയാലും എല്ലായ്പ്പോഴും എലമെന്റ്സിന്റെ പ്രപ്പോർഷൻ എന്തായിരിക്കും പറഞ്ഞത് സെയിം ആയിരിക്കും പറഞ്ഞത്. നമ്മുടെ നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ടിൽ ഓൾവേസ് കണ്ടെയ്ൻസ് എല്ലായ്പ്പോഴും എന്തുണ്ടാവും, സെയിം പ്രപ്പോർഷൻസ് ഓഫ് എലമെന്റ്സിന്റെ പ്രപ്പോർഷൻ എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. വെദർ ഇറ്റ് മേ ബി ആർട്ടിഫിഷ്യൽ ഓർ നാച്ചുറൽ ആയാലും ആർട്ടിഫിഷ്യൽ ആയാലും അതിലെ എലമെന്റ്സിന്റെ പ്രപ്പോർഷൻ എന്തായിരിക്കും നമുക്ക് സെയിം ആയിരിക്കും. നമ്മൾ ലോ ഓഫ് ഡെഫിനറ്റ് പ്രപ്പോർഷൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ എക്സാമ്പിൾ കുപ്രികാർബണേറ്റിന്റെ എക്സാമ്പിൾ ഒരിക്കലും പഠിക്കാൻ വേണ്ടി മറക്കരുത്. അതുകൊണ്ട് പഠിച്ചിട്ടുള്ള കുപ്രികാർബണേറ്റിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് അടുത്ത മൂന്നാമത്തെ ലോ ആയിട്ട് വരുന്നത് ലോ അവഗാഡ്രോ ലോ. ശ്രദ്ധിക്കുക, അവഗാഡ്രോ ലോ പത്താം ക്ലാസ്സിലും പഠിച്ച കാര്യങ്ങളാണ്. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിവിടെ 3 ഗ്യാസ് എടുക്കുന്നു. 3 ഗ്യാസ് എന്ന് പറയുമ്പോൾ നൈട്രജൻ എന്ന് പറഞ്ഞ ഗ്യാസ് എടുക്കുന്നുണ്ട്, ഓക്സിജൻ എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ വേറെ ഗ്യാസ് എടുക്കുന്നത് ഹൈഡ്രജൻ. We are considering 3 gases, 3 or more എത്രയാണെങ്കിലാവും ഏതൊക്കെയാണ്, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ എക്സെട്ര. നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ ആയിട്ടുള്ള 3 ഗ്യാസ് അണ്ടർ എല്ലാം 3 വട്ടം കണ്ടീഷൻ കൊടുക്കുക. 298 Kelvin and 1 bar പ്രശ്നം നടത്തുന്നു. 3 ഗ്യാസ് ഏതൊക്കെ, നൈട്രജനും ഓക്സിജനും ഹൈഡ്രജനും. ഞാൻ എടുത്ത ടെമ്പറേച്ചർ പ്രഷർ ടെമ്പറേച്ചർ 298 Kelvin ആണ്, മീൻസ് പ്രഷർ 1 bar പ്രഷറിലാണ്. അപ്പൊ എന്താണ് നമ്മൾ എടുക്കുന്നത്, ഓൾ ഗ്യാസസ് ഞാൻ എടുത്തിട്ടുള്ളൂ. എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡെഫിനിഷനിലേക്ക് പോകുന്നത് കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ ഇവിടെ എടുക്കുന്നത് 3 ഗ്യാസാണ്, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണ്, 3 ടെമ്പറേച്ചർ പ്രഷർ സെയിം ആണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് എക്സ് ആണെങ്കിൽ, മോളുകളുടെ എണ്ണം എക്സ് ആണെങ്കിൽ, എക്സ് മോൾ ആണെങ്കിൽ ഇവിടുത്തെ മോളുകളുടെ എത്രയായിരിക്കും, എക്സ് മോൾ ആയിരിക്കും. ഇവിടുത്തെ മോളുകളുടെ എത്രയായിരിക്കും, എക്സ് മോൾ എക്സ് ആയിരിക്കും. മനസ്സിലായി? അപ്പൊ ഏത് ഗ്യാസിന്റെയും എന്താണ് ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ, ഓക്കെ, ഏത് ഗ്യാസിന്റെ ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ അതിലുള്ള മോളുകളുടെ എണ്ണം പറഞ്ഞത് തുല്യമായിരിക്കുന്നതാണ് ഏത് ലോ പ്രകാരം പറഞ്ഞത്, അവഗാഡ്രോ ലോ പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, എന്റെ ബോഡി കൂടെ ശ്രദ്ധിക്കട്ടെ. ഓൾ ഗ്യാസസ് സെയിം ടെമ്പറേച്ചർ പ്രഷറായി മാത്രം പോരാ, എല്ലാത്തിന്റെ ബോഡിയും ഇവിടെ നമ്മൾ 10 ml, ഇതും 10 ml, ഇതും ആ കണ്ടീഷൻ നോക്കുന്നത് പറയാൻ പോയതാണ്. അപ്പോൾ എന്താണ്, ഏത് ഗ്യാസിന്റെയും ഇത് സെയിം ആയിരിക്കണം, വോളിയം സെയിം ആയിരിക്കണം, പ്രഷർ സെയിം ആയിരിക്കണം, ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം. എന്നാൽ അതിലുള്ള മോളുകളുടെ എന്തായിരിക്കുന്ന സെയിം ആയിരിക്കുന്ന ഏത് ലോ പ്രകാരം പറയുന്നത്, അവഗാഡ്രോ ലോ പ്രകാരം പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈക്വൽ വോളിയം എന്ന് വെച്ചാൽ ഒരേ വോളിയം, ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ്. ഏത് ഗ്യാസ് എടുത്താലും ഓക്കെ, അതിപ്പോ നമ്മൾ 3 അല്ലേ 4 അല്ലേ 10 എടുത്താലും ഏത് ഗ്യാസ് എടുത്താലും അതിന്റെ വോളിയവും ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ അതിലുള്ള മോളുകളുടെ എണ്ണം എന്തായിരിക്കുന്ന പറഞ്ഞത് നമ്മൾ തുല്യമായിരിക്കുന്ന പറഞ്ഞത്. അതവിടെ പറഞ്ഞത് ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ്, ഒരേ വോളിയമുള്ള ഏത് ഗ്യാസ്
കണ്ടീഷൻ നോക്കണം. അണ്ടർ ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചർ പ്രഷർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അണ്ടർ ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് എന്തുണ്ടായിരിക്കണം? കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. എന്തുണ്ടായിരിക്കണം? നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം സെയിം ആയിരിക്കും. അപ്പൊ ഡെഫിനേഷൻ കൂടെ പറയാം. ഓൾ ഗ്യാസസ്, ഏത് ഗ്യാസ് എടുത്താലും എന്തായാലും അണ്ടർ ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറും ടെമ്പറേച്ചറും സെയിം ആകുന്നിടത്തോളം കാലം ഓക്കെ അതിലുള്ള മോളുകളുടെ എണ്ണം തുല്യമായിരിക്കും. ഡെഫിനിഷൻ കറക്റ്റായിട്ട് പഠിച്ചു നോക്കാൻ മാറാൻ സാധ്യത ഈക്വൽ ഒന്നും മാറാൻ വേണ്ടി പാടില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, സയന്റിസ്റ്റ് പറഞ്ഞ കാര്യമാണ്. അതേപോലെ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിന് നമ്മളെ വേർഡിൽ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഡെഫിനിഷൻ അല്ല, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് അതേപോലെ എഴുതണം. എന്നാൽ മാത്രം നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസ് അല്ലെ, എന്താ ഒരേ വോളിയമുള്ള ഗ്യാസ് അണ്ടർ ദ കണ്ടീഷൻ കറക്റ്റ് സ്പെസിഫിക് അണ്ടർ ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ടെമ്പറേച്ചർ സെയിം ആവുന്നിടത്തോളം കാലം എന്തുണ്ടായിരിക്കും? കണ്ടെയ്ൻസ് അടങ്ങിയിട്ടുണ്ടാവും. എന്തുണ്ടാവും? കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. എല്ലാം മോളിക്യൂൾസിന്റെ എണ്ണം സെയിം ആയിരിക്കുന്നത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ 3 ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ സാധ്യതയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അതിന്റെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസും സാധാരണ ചോദിക്കാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് നമ്മൾ തുടക്കക്കാരായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പ്ലസ് 1 ക്ലാസ് നമ്മളായാലും സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത് എല്ലാ കുട്ടികൾക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈ 3 ലോ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, താങ്ക് യു.